എടാ മോനെ, രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവ് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ആവേശം. സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു 2 ലൈൻ. എന്താണെന്ന് വെച്ചാല്, സിനിമ ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളാണ്. അവർ കാണുന്നതാണ് അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അഭിപ്രായം. ഇപ്പോ എനിക്ക് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന അഭിപ്രായത്തെ ഒരിക്കലും പടത്തിന്റെ ടോട്ടൽ റിവ്യൂ ആയിട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ്. ആവേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിലിന്റെ പുതിയൊരു രൂപവും ഭാവവും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ മലയാള സിനിമയിൽ ഈ ഒരു കഥാപാത്രത്തെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് അതൊരു പുതുമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ തെലുങ്ക്, തമിഴ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകന് ഈ സിനിമ ആവേശത്തോടെ തന്നെ തിയേറ്ററിൽ പോയി നിറഞ്ഞ സദസ്സിലിരുന്ന് കാണാൻ കഴിയുന്നതാണ്. ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എവിടെയും പാളിപ്പോവാത്ത രീതിയിലുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. പുതിയ കുട്ടികള്, ഹിപ്സ്റ്റർ, അങ്ങനെയുള്ള 3 പേര് അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അമ്പാനൊക്കെ പൊളിയാണ്, ഒരേ പൊളിയാണ്. അമ്പാന്റെ ഫീലിങ്സ്, തമാശകൾ എല്ലാം ഫീലായ സാധനം. പിന്നെ ഫഹദ്, ആകപ്പാറ പറ്റിയൊരു തെറ്റതാണ്. പുള്ളിയോട് അഭിനയിക്കാൻ പറഞ്ഞ പുള്ളിയുടെ അഴിഞ്ഞ ആടാണ്. ഓരോ മൂവ്മെന്റും അതിമനോഹരമായിട്ട് ഗംഭീര പ്രകടനം പുള്ളി കാണിച്ചിട്ടുണ്ട്. ആവേശം എന്ന് പറഞ്ഞാൽ പുള്ളിനെ കാണുന്ന തന്നെ ഒരു ആവേശം. പിന്നെ പടത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ലാഗ് അടിച്ച് പോകുന്നുണ്ടെങ്കിലും പടം ഒരു 100% അടിച്ചുപൊളി പ്രേക്ഷകനെ സന്തോഷിപ്പിക്കും. പിന്നെ ഫാമിലി കഥ അതൊക്കെ നോക്കി പോകുന്നവർക്ക് ഈ പടം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു സാധനമല്ല. ഒരു കോടികൾ വാരുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തിയേറ്റർ അത്രമാത്രം ആവേശത്തോടെ കയ്യടിയോടെ കാണുന്ന സിനിമയാണിത്. പക്ഷെ ഇതൊരിക്കലും ഒരു ക്ലാസ് മലയാള സിനിമ എന്ന് പറഞ്ഞ രീതിയിലൊന്നും കാണാനൊന്നും പോകണ്ട. അങ്ങനെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ ഹാപ്പി ആക്കില്ല. ഒരു എന്റർടൈൻമെന്റ് കാണാൻ പോവുകയാണെങ്കിൽ ഓക്കെ. ഇത് ചിലപ്പോൾ മലയാളത്തിന് പുറമെ വേറെ ഭാഷകളിൽ നല്ല ഹിറ്റ് അടിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ അത് നമ്മൾ നോട്ടീസ് ചെയ്ത് പോയത് കുറെ ക്യാരക്ടറുകളുണ്ട്. മൈന്യൂട്ടായിട്ട് ഒരുപാട് ക്യാരക്ടറുകൾ. ഒരു കരാട്ട കളിക്കുന്ന ഒരു കളവനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ 2 ഹിന്ദിക്കാർ അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സീക്വൻസിൽ കയറി വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങളിലൂടെ കഥ നല്ലോണം പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ടോട്ടലി പറയുമ്പോൾ എന്റെ റിവ്യൂ. പിന്നെന്ന് പറയുന്നത്, ഇനി പ്രേക്ഷകരോട് എനിക്ക് ഒറ്റ ചോദ്യമാണ്. ആവേശം എന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാൾ മികച്ചതാണോ? കമന്റുകൾ രേഖപ്പെടുത്തുക. ബൈ.